കാരണവശാലും സിദ്ദിഖിനെ ഈ തരത്തിൽ തുടരാൻ സാധിക്കില്ല. സർക്കാരിന്റെ സംരക്ഷണം പൂർണ്ണമായിട്ട് സിദ്ദിഖിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യ ഹർജി നിഷേധിച്ച ഉടനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കി കൊടുത്തത് ഈ ഭരണപക്ഷമാണ്, പോലീസാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സിദ്ദിഖിനെ ഒരു കാരണവശാലും പിടികൂടാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നത് വരെ സിദ്ദിഖിനെ തൊടാൻ കഴിയില്ല. കാരണം അത്ര സുരക്ഷിതമായ കൈകളിൽ അത്ര സുരക്ഷിതമായ സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. കണ്ടോ, മുകേഷിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് പോലും ആ മുകേഷിനോട് രാജി ആവശ്യപ്പെടാൻ പോലും സാധിച്ചിട്ടില്ലാത്ത ഒരു ഇടതുപക്ഷമാണ്, ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. എങ്ങനെയാണെന്ന് സാധിക്കുന്നത്? ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ജനങ്ങളുടെ പ്രതിനിധിക്ക് ഒരു പീഡന കേസിൽ പരാതിയുണ്ടെയും മുൻകൂർ ജാമ്യം കിട്ടി, പക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരാൾ ഇപ്പോഴും ജനപ്രതിനിധിയാണ് നമ്മുടെ രാജ്യത്ത്. കേസിൽ അറസ്റ്റ് ചെയ്ത ഒരാള് ജനപ്രതിനിധി തുടരുന്ന ഒരു കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. ഏത് സ്ത്രീപക്ഷ സംരക്ഷകരാണ് ഇവിടെ? ഏത് സ്ത്രീപക്ഷത്താണ് നിൽക്കുന്നത്? ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചറെ ഒരു പ്രസ്താവന നേരത്തെ കാണാനിടയായി. അദ്ദേഹം സ്വയം തീരുമാനിക്കട്ടെ എന്നുള്ളത്. അങ്ങനെയാണോ വേണ്ടത്? ടീച്ചർ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണം മുകേഷിന്റെ രാജി വെക്കാതെ എങ്ങനെയാണ് ഒരു സർക്കാരിന് രാജി ആവശ്യപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയുക? ഏത് സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്നാണ് ഇനി പറയാൻ വേണ്ടി സാധിക്കുക? ഏത് അതിജീവിതകൾക്കൊപ്പമാണ് നിങ്ങൾ? ശ്രീമതി ആവശ്യപ്പെട്ടു. ബൃന്ദ കാരാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മുതിർന്ന ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. ബൃന്ദ കാരാട്ട്, നിങ്ങൾ ഇങ്ങനെ ജനറലൈസേഷൻ കൊണ്ട് ന്യായീകരിക്കാൻ നിൽക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നും പക്ഷെ ചെവിക്കൊള്ളപ്പെടില്ല. മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്തതൊക്കെ സർക്കാർ ഒരു തരത്തിലും സംരക്ഷിക്കാൻ നിൽക്കാത്തത് കൊണ്ടല്ലേ എന്നുള്ളൊരു മറുചോദ്യമായിരിക്കും പ്രതിരോധത്തിനുള്ളത്. അല്ല, ആ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തടസ്സ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ തടസ്സ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നാണ് സിദ്ദിഖിന്റെ വിഷയത്തിൽ പറയുന്നത്. എന്തിനാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്ന്? എന്തിനാണ് അതുവരെ പോകേണ്ട ആവശ്യം? അതിനിടയ്ക്ക് അറസ്റ്റ് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം? വിൻസെന്റ് MLA ഈ വിഷയമുണ്ടായ സമയത്ത് മുൻകൂർ ജാമ്യത്തിന് പോകുന്നതിന് മുന്നേ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അറസ്റ്റ് ചെയ്യുന്നതിന് എന്താ തടസ്സം? അങ്ങനെ ചെയ്യണമല്ലോ. എന്തിനാണ് ഈ പീഡകരെ മുഴുവൻ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു സർക്കാർ നീങ്ങുന്നത്? അതിന്റെ ഭാഗമാണല്ലോ ഈ 4.5 വർഷം 5 വർഷമായിട്ടും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാനോ അതിന്റെ മേൽ നടപടിയെടുക്കാനോ സർക്കാർ ചെയ്യാതിരുന്നത്. ഇതുപോലെയുള്ള പവർഫുൾ മേന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണല്ലോ, അവർക്ക് വേണ്ടിയാണല്ലോ ഈ സർക്കാർ നിലകൊള്ളുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. അതാണ് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും സിദ്ദിഖിനെ തൊടാൻ സാധിക്കില്ല. അത് ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചെങ്കിൽ മാത്രമേ സിദ്ദിഖ് കീഴടങ്ങുന്ന ഒരു സാഹചര്യമുള്ളൂ. അതുവരെയുള്ള പൂർണ്ണ സംരക്ഷണം അദ്ദേഹത്തിനുണ്ട്. ഈ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ലേ? SITക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? അദ്ദേഹം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ? ഇത്രയും ഒരു ക്രിമിനലിനെ കണ്ടെത്താൻ കഴിയാത്ത ഇത് എന്ത് പോലീസ് സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ? അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ഫോൺ കോൾ ഒന്ന് പരിശോധിച്ചാൽ, ആരെയാണ് വിളിച്ചത് എന്ന് പരിശോധിച്ചാൽ അദ്ദേഹം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന് ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഈ SIT പേരിന് SIT ഉണ്ട് എന്ന് പറയുകയും പക്ഷേ അവർക്ക് ആക്ട് ചെയ്യാനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പിടിക്കാൻ സാധിക്കുമെന്നോ? പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമല്ല, ഭരണപക്ഷത്തിന്റെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയമാണ്. അതായത് UDFന്റെ ഭാഗമായിട്ടുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പബ്ലിക്കായി പറയുന്നുണ്ട്. ഇപ്പൊ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള പിന്തുണ സിദ്ദിഖിന് നൽകുന്നുണ്ട് ഇവിടെയുള്ളവർ, UDFന്റെ ഭാഗമായവർ തന്നെ. അല്ല, ഉണ്ടാവും തീർച്ചയായിട്ടും. അതാ ഞാൻ എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. നമുക്ക് അറിയാലോ, മധു നോക്കൂ, പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ പൂവുകൾ കൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി, പൂമാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോയത് നമ്മൾ കണ്ടതല്ലേ? ഒരു ക്രിമിനൽ കേസിൽ, ഒരു സ്ത്രീപീഡന കേസിൽ ജാമ്യം കിട്ടി പുറത്തു വരുന്ന ഒരാളെ സ്വീകരിക്കുന്ന വിധം നാം കാണുന്നതാണ്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്ത്രീപീഡകർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാ പക്ഷത്തുനിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ധൈര്യവും കീഴടങ്ങാൻ കഴിയാത്ത സംരക്ഷണം ഒരുക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ മാറുകയാണ്. മറ്റൊരു സംസ്ഥാനമല്ല, ഇത് കേരളത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, പോലീസിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്ത് വിരോധാഭാസമാണ്?